യൂണിറ്റ് 4 ഇൻക്രീസിംഗ് നമ്പേഴ്സ് കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ ക്യൂരിയസ് 1089 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതായത് 1089ന്റെ കൗതുകം നമുക്ക് നോക്കാം. റൈറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ 3 അക്കങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 3 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 4 5 അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാനിവിടെ 1 2 3 എന്ന് എഴുതുന്നു. ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യൂസിങ് ഓൾ ദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഡിജിറ്റ്സും ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ വരിക? 3 2 1 എന്നാണല്ലേ വരിക. അപ്പൊ 3 2 1 എന്ന് എഴുതാം. റൈറ്റ് ദ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഏറ്റവും ചെറുത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1 2 3 എന്ന് എഴുതാം. അതിന്റെ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് 321 മൈനസ് 123 ചെയ്യാം. എത്ര വരിക? 198 കിട്ടും അല്ലെ. അപ്പൊ 198 എന്ന് എഴുതാം. റിവേഴ്സ് ദ ഡിജിറ്റ്സ് ഓഫ് ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ നമ്പർ തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരിക? 198 തിരിച്ചെഴുതിക്കുന്ന 891 എന്ന് എഴുതും അല്ലെ. അപ്പൊ 891 എന്ന് എഴുതാം. പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആഡ് ദീസ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഈ 2 നമ്പറുകൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? 198ഉം ഡിഫറൻസ് കണ്ടില്ലേ നമ്മള്, ആ 198ഉം. അപ്പൊ നമ്മൾ ആ ഡിജിറ്റ് റിവേഴ്സ് ചെയ്തിട്ട് എഴുതിയില്ലേ 891, അത് തമ്മിൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 1089 എന്ന് കിട്ടും കേട്ടോ. യു ഗെറ്റ് ദ സെയിം നമ്പർ ആസ് ദ സം ഫോർ എനി 3 ഡിജിറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏത് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ആൻസർ ആണോ, സെയിം നമ്പർ ആണോ കിട്ടുന്നത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ആയിരിക്കും കേട്ടോ. ഏത് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1089 സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ. അതാണ് ക്യൂരിയസ് 1089. അടുത്തത് ഡൈസ് കോർണർ. സീ ദീസ് ഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചുവടെ നമുക്ക് 2 ഡൈസ് തന്നിട്ടുണ്ട് കേട്ടോ. ഷാൾ വി പ്ലേ എ ഡൈസ് ഗെയിം? നമുക്കൊരു ഡൈസ് ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വി ഹാവ് ടു റോൾ ദ 4 ഡിജിറ്റ് ഡൈസ് ആൻഡ് 3 ഡിജിറ്റ് ഡൈസ് വൺസ് ആൻഡ് ആഡ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം? 4 ഡിജിറ്റ് ഡൈസും 3 ഡിജിറ്റ് ഡൈസും ഒരു പ്രാവശ്യം നമുക്ക് റോൾ ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന പോയിന്റ്സ് ഇല്ലേ, അത് നമ്മൾ ആഡ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്പേഴ്സ് ധനു ഗോട്ട് ഓൺ റോളിംഗ് ദ ഡൈസ്. ഡൈസ് റോൾ ചെയ്തപ്പോൾ ധനുവിന് കിട്ടിയ നമ്പേഴ്സ് ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് 4 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ 2349 ആണ്. 3 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ് എത്രയാണ്? 251 ആണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ധനു ഗെറ്റ്സ് ദ സം ഓഫ് 2349 and 251 ആസ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ധനുവിന്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ധനുവിന്റെ പോയിന്റ്സ് ഓരോരുത്തരും, ധനുവിന്റെ ഫാദറും മദറും ധനുവും ധ്വനി ഡിഫറെന്റ് വേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഹൗ ഫാദർ കാൽക്കുലേറ്റഡ് ആണ് കേട്ടോ. ഫാദർ എങ്ങനെയാണ് ധനുവിന്റെ പോയിന്റ്സ് കണ്ടെത്തിയത് നമുക്ക് നോക്കാം. 2349 പ്ലസ് 251 ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2349ന്റെ കൂടെ 1 ആഡ് ചെയ്തു കേട്ടോ. അതായത് 251ൽ ഒരു 1 ഇല്ലേ, അത് ഫസ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 250 ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ 2349ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്കറിയാം 2350 കിട്ടിയില്ലേ. പിന്നെ പ്ലസ് 250 കൂടി ആഡ് ചെയ്താൽ 350 250 വന്നാൽ 600 ആയല്ലോ. ടോട്ടൽ എത്രയാ? 2600 കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഫാദർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഹൗ മദർ കാൽക്കുലേറ്റഡ് തന്നിട്ടുണ്ട് അല്ലെ. അമ്മ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2349 സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. 2000 പ്ലസ് 349 പ്ലസ് 251 അങ്ങനെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് എന്ത് ചെയ്തു? 2000 പ്ലസ് 349ന്റെ കൂടെ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു. 251 1 ഇല്ലേ, അത് 349ന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ 350 ആയി. പ്ലസ് 250 ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. 2000 പ്ലസ് 350 പ്ലസ് 250 എങ്ങനെയായി? 350 250 എത്രയായി? 600 ആണ് അല്ലെ. പ്ലസ് 2000 എന്ന് പറഞ്ഞാൽ 2600. അടുത്തത് ധനു കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡ് നോക്കൂ. 2349 പ്ലസ് 251 എങ്ങനെ ചെയ്തിരിക്കുന്നത്? 2300 പ്ലസ് 251ലെ 200 കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. 2300 പ്ലസ് 200 പ്ലസ് 49ഉം 51ഉം കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. 2300 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ 2500 പ്ലസ് 49 പ്ലസ് 51 എന്ന് പറഞ്ഞാൽ എത്രയാ? 100 അല്ലെ. 2500 പ്ലസ് 100 എത്രയാണ്? 2600. ഹൗ ധ്വനി കാൽക്കുലേറ്റഡ് എങ്ങനെ നമുക്ക് നോക്കാം. 2349 1000 പ്ലസ് 300 പ്ലസ് 40 പ്ലസ് 9 എന്ന് എഴുതിയിരിക്കുന്നു. 251നെയോ 200 പ്ലസ് 50 പ്ലസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കേട്ടോ. എന്നിട്ട് ടോട്ടൽ ചെയ്തിരിക്കുകയാണ്. 1000ന്റെ കൂടെ 300 200 കൂടി ആഡ് ചെയ്താൽ 500. 40 50 ആഡ് ചെയ്താൽ 90 കിട്ടും. അത് ആഡ് ചെയ്യുക. പിന്നെ 9ഉം 1ഉം ആഡ് ചെയ്താൽ
10 കിട്ടും. അങ്ങനെ 2000 പ്ലസ് 500 പ്ലസ് 90 പ്ലസ് 10 അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എത്രയാ വരിക? 500 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ 590 ആയി, പ്ലസ് 10 പറഞ്ഞാൽ 600. അപ്പൊ 2000 പ്ലസ് 600 പറഞ്ഞാൽ 2600. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ്. സി ഹൗ ധ്വനി ആഡഡ് അപ്പ് ദ നമ്പർ ഷീ ഗോട്ട് ഫ്രം ദ ഡൈസ്. വാട്ട് നമ്പേഴ്സ് ഡിഡ് ഷീ ഗെറ്റ്? ധ്വനി ഡൈസ് എറിഞ്ഞപ്പോ കിട്ടിയ നമ്പേഴ്സ് ആഡ് ചെയ്തത് എഴുതിയിരിക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വാട്ട് നമ്പേഴ്സ് ഡിഡ് ഷീ ഗെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതൊക്കെ നമ്പറുകളാണ് അവൾക്ക് കിട്ടിയത് എന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. ആദ്യത്തെ നോക്കാം. 5013 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 5413 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതായത് 4 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ കിട്ടിയത് 5013 ആണ്. 3 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ എത്ര പോയിന്റ്സ് കിട്ടി എന്നുള്ളത് തന്നിട്ടില്ല. ടോട്ടൽ പോയിന്റ്സ് തന്നിട്ടുണ്ട് 5413 എന്ന് അല്ലെ. 5013ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 5413 കിട്ടുക? 400 ആഡ് ചെയ്താലാണ് അല്ലെ. അപ്പൊ 5013 പ്ലസ് 400 is equal to 5413 എന്ന് എഴുതുക കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 5413 നിന്ന് 5013 കുറച്ച് നോക്കുക കേട്ടോ. അടുത്തത് നോക്കൂ. ഇവിടെ 4 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റ്സ് നമുക്ക് തന്നിട്ടില്ല. 3 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഡാഷ് പ്ലസ് 343 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ പോയിന്റ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 3445 ആണ് അല്ലെ. അപ്പൊ 4 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റ് കാണുന്ന എന്ത് ചെയ്താൽ മതി? 3445 മൈനസ് 343 ചെയ്താൽ മതി അല്ലെ. 3102 കിട്ടും. അപ്പൊ അത് അവിടെ എഴുതുക കേട്ടോ. ടോട്ടൽ പോയിന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ 4 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റും കാണണം, 3 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റും കാണണം കേട്ടോ. ഡൈസിലെ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ടോട്ടൽ പോയിന്റ്സ് 4850 ആണ്. അപ്പൊ അതുകൊണ്ട് 4 ഡിജിറ്റ് ഡൈസിലല്ല 5013 കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, 5123 കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ബാക്കി നമ്പേഴ്സ് നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. 4 ഡിജിറ്റ് ഡൈസ് റോൾ ചെയ്തപ്പോ 4850 എന്ന ടോട്ടൽ പോയിന്റ്സ് കിട്ടണമെങ്കിൽ ഏതായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക? 4450യുടെ കൂടെ 400 ആഡ് ചെയ്താലല്ലേ 4850 കിട്ടുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 4850 മൈനസ് ചെയ്ത് നോക്കുക കേട്ടോ. മൈനസ് 4450 ചെയ്യാം. എത്ര വരിക? 400 എന്ന് വരും കേട്ടോ. അപ്പൊ അവിടെ എഴുതാ 4450 പ്ലസ് 400 എന്ന് എഴുതുക കേട്ടോ. ഈസ് ഈക്വൽ ടു 4850. അടുത്ത് നമുക്ക് ഡൈസ് 1 ഡൈസ് 2 സം അങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ ടേബിൾ ആയിട്ട്. അപ്പൊ ഡൈസ് 1 4450 കിട്ടിയിട്ടുണ്ട്, ഡൈസ് 2 400. അപ്പൊ ടോട്ടൽ എത്രയാ? 4850 ആഡ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. അടുത്തത് നോക്കുക. 2351 ആണ് ഡൈസ് 1 കിട്ടിയിരിക്കുന്നത്, ഡൈസ് 2 343. ബട്ട് സം എത്രയാണ്? രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ എത്രയാ വരിക? 2694. അടുത്തത് നോക്കാം. ഡൈസ് 1 റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റ്സ് തന്നിട്ടില്ല. ഡൈസ് 2 റോൾ ചെയ്തപ്പോ കിട്ടിയത് എത്രയാ? 434 ആണ്. സമ്മ് തന്നിട്ടുണ്ട് അല്ലെ. എത്രയാ? 5447. അപ്പൊ ഡൈസ് 1 റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 5447 മൈനസ് 434 ചെയ്യാം. അപ്പൊ എത്രയാ വരിക? 5013 വരും കേട്ടോ. ചെയ്ത് നോക്കണേ. അടുത്ത് നോക്കാം. ഡൈസ് 1 റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റ് 5123. ഡൈസ് 2 തന്നിട്ടില്ല. ടോട്ടല് 5357 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡൈസ് 2 പോയിന്റ്സ് നമുക്ക് കാണാലോ. എന്ത് ചെയ്താൽ മതി? 5357 മൈനസ് 5123. അപ്പൊ ഡൈസ് 2 പോയിന്റ് എത്രയാ വരിക? 234 കിട്ടും. അടുത്തത് നോക്കാം. ഡൈസ് 1 2349 ആണ്. ഡൈസ് 2 റോൾ ചെയ്തപ്പോ കിട്ടിയ പോയിന്റ്സ് 341 ആണ്. സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ എത്രയാ വരിക? 2690. അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ നമുക്കൊരു സ്നെയിലിന്റെ പിക്ചർ വന്നിട്ടുണ്ട് അല്ലെ. ഫില്ലപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? 5050 ആണ് ഫസ്റ്റ് നമ്പർ, ദെൻ 6050 തന്നിരിക്കുന്നു, ദെൻ 7050. ഇവിടെ എങ്ങനെയാ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എത്ര വെച്ചിട്ടാ കൂടുന്നത്? 1000 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പൊ 7050 കഴിഞ്ഞാല് നെക്സ്റ്റ് എത്രയാ വരിക? 8050 വരും. ദെൻ അടുത്തത് ഏതാ വരിക? 9050 വരും. അടുത്തത് 10050 വരും. ദെൻ അടുത്തത് ഏതാ വരിക? 11050 വരും കേട്ടോ. അടുത്തത് സ്പോർട്സ് കോർണർ. ദേ ബോട്ട് എ ബാറ്റ് ആൻഡ് ബോൾ ഫോർ ധനു ആൻഡ് എ ബൈസൈക്കിൾ ഫോർ ധ്വനി. എന്താണ്? അവര് ധനുവിന് ഒരു ബാറ്റും ബോളും ധ്വനിക്ക് ഒരു ബൈസിക്കിളും വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ പറഞ്ഞിട്ടുണ്ട് ഫാദർ ഹാസ് 4000 rupees വിത്ത് ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ കയ്യിൽ എത്ര രൂപയുള്ളത്? 4000 rupees ആണ് ഉള്ളത്. ഇതില് ഏത് ബൈസിക്കിളും ഏത് ബാറ്റും ബോളും ആയിരിക്കും വാങ്ങിയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ കണ്ടെത്തേണ്ടത്. ദ പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ എഴുതുക, ദ പ്രൈസ് ഓഫ് ദ ബാറ്റ് ആൻഡ് ബോൾ എഴുതുക, എമൗണ്ട് പെയ്ഡ് കണ്ടെത്തുക കേട്ടോ. നമുക്ക് നോക്കാം.
ഇവിടെ തന്നിരിക്കുന്ന ബൈസിക്കിൾ ഒക്കെ നോക്കൂ. ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ 3600 ആണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാറ്റും ബോളും വാങ്ങാൻ പറ്റുമോ? 3600 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 400 അല്ലേ ബാക്കിയുള്ളൂ. 400 കൊണ്ട് ബാറ്റും ബോളും കിട്ടില്ല. അപ്പൊ ആ ബൈസിക്കിൾ ആവില്ല. അടുത്തത് നോക്കുക 3050 ഉണ്ട് അല്ലെ. അപ്പൊ 3050 എടുത്തു കഴിഞ്ഞാല് 4000 പിന്നെ ബാക്കി എത്ര രൂപ ഉണ്ട്? 950 ഉണ്ട് അല്ലെ. അപ്പൊ 950ക്ക് നമുക്ക് 920 ബാറ്റും ബോളും ഉണ്ട്. അപ്പൊ അത് വാങ്ങാം അല്ലെ. അപ്പൊ ദ പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3050 എഴുതാം. ദ പ്രൈസ് ഓഫ് ദ ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറഞ്ഞാൽ 920 എഴുതാം. എമൗണ്ട് പെയ്ഡ് എത്രയാ വരിക? 3050 പ്ലസ് 920 ഇസ് ഈക്വൽ ടു എത്രയാ? 3970. ഇങ്ങനെ ചെയ്യാം. വേറെ ഏത് ബൈസിക്കിളും ഏത് ബാറ്റും ബോളും എടുക്കാൻ നമുക്ക് നോക്കാം. 3500 ഒരു ബൈസിക്കിൾ ഉണ്ട്, അത് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ബാക്കി 500 റുപ്പീസും കൊണ്ട് നമുക്ക് ബാറ്റും ബോളും വാങ്ങാൻ പറ്റില്ല അല്ലെ. വേറൊരു ബൈസിക്കിൾ 2990 ഉണ്ട്. 2990 ബൈസിക്കിൾ എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ 980 ബാറ്റും ബോളും എടുക്കാം, അതല്ലെങ്കിൽ 920 ബാറ്റും ബോളും ഉണ്ട് അല്ലെ. അത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ 2990 എഴുതാം. ദ പ്രൈസ് ഓഫ് ദ ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറഞ്ഞാൽ 980 എടുക്കാം, അല്ലെങ്കിൽ 920 ഏത് വേണമെങ്കിലും എടുക്കാം. ദെൻ എമൗണ്ട് പെയ്ഡ് കാണണം. അപ്പൊ 980 ആണ് ബാറ്റും ബോൾ ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാ? 2990 പ്ലസ് 980 ചെയ്യാം. അപ്പൊ എത്രയാ വരിക? 3970 വരും. അതല്ല ബാറ്റും ബോൾ 920 റുപ്പീസിന്റെ ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എത്രയാ വരിക? 2990 പ്ലസ് 920 ചെയ്യാം. അപ്പൊ 3910 വരും കേട്ടോ. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. വാട്ട് ആർ ഓൾ ദ വേസ് ബൈ വിച്ച് ദ എമൗണ്ട് പെയ്ഡ് ബൈ ഫാദർ ക്യാൻ ബി റിട്ടേൺ ആസ് നോട്ട്സ് ആൻഡ് കോയിൻസ് എന്നല്ലേ. അച്ഛൻ കൊടുത്ത കാശ് ഏതൊക്കെ രീതിയിൽ നമുക്ക് നോട്ട്സും കോയിൻസും ആയിട്ട് എഴുതാം എന്നാണ് കേട്ടോ. അവിടെ ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നും ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മളിവിടെ കണ്ടുല്ലേ, അതായത് ബൈസിക്കിൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് 3050 ബൈസിക്കിളും അല്ലെങ്കിൽ 920 ബാറ്റും ബോളും എടുക്കാം, അതല്ലെങ്കിൽ 2990 ബൈസിക്കിളും 980 ബാറ്റും ബോളും എടുക്കാം അല്ലെ. രണ്ടെടുത്താലും ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എത്ര തന്നെയാ വരിക? 3970 തന്നെ വരിക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ തന്നു വെച്ചിട്ട് ആ ആൻസർ മാത്രം നോക്കല്ല, ഇതന്നെയല്ലേ ഉത്തരം കിട്ടുന്നത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചെക്ക് ചെയ്യണം കേട്ടോ. ഇഫ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഈസ് 3970, ഇപ്പൊ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നത് 3970 ആണെങ്കിൽ 500ന്റെ 6 നോട്ട്സ് കൊടുക്കുക അല്ലെ. 500ന്റെ 6 നോട്ട്സ് കൊടുത്താൽ എത്രയായി? 3000 ആയല്ലോ. 5 into 6 30, പിന്നെ 30യുടെ കൂടെ ഒരു 100 കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 3000 ആയല്ലോ. അങ്ങനെ കേട്ടോ. നെക്സ്റ്റ് 100ന്റെ നമുക്ക് 9 നോട്ട്സ് കൊടുക്കുക അല്ലെ. അപ്പൊ 9 നോട്ട്സ് കൊടുത്താൽ എത്രയായി? 900 ആയി. 3000ഉം 900ഉം 3900 ആയി. ബാക്കി 70 റുപ്പീസും കൂടി അല്ലെ. 70 റുപ്പീസ് നമുക്ക് എങ്ങനെ കൊടുക്കാം? 10ന്റെ 7 നോട്ട്സ് ആയിട്ട് കൊടുക്കാം അല്ലെ. 10ന്റെ 7 നോട്ട്സ് ആയാൽ 70. അപ്പൊ ടോട്ടൽ നോട്ട്സ് ഇത്ര ആയല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? 500ന്റെ 6 നോട്ട്സ്, 100ന്റെ 9 നോട്ട്സ്, 10ന്റെ 7 നോട്ട്സ് കേട്ടോ. ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ് എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വേറൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? 500ന്റെ 7 നോട്ട്സ് കൊടുക്കാം. 500ന്റെ 7 എന്ന് പറഞ്ഞാൽ എത്രയായി? 3500 ആയി. പിന്നെ നമുക്ക് 100ന്റെ 4 നോട്ട്സ് കൊടുക്കാം. അപ്പൊ എത്രയായി? 400 ആയി. അപ്പൊ 3500ഉം 400 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയായി? 3900 ആയി അല്ലെ. ബാക്കി 70 നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ 10ന്റെ 7 നോട്ട്സ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 50യുടെ 1 നോട്ട് കൊടുക്കാം, 20യുടെ 1 നോട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ രണ്ട് രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് വേറെ രീതിയിലും കൊടുക്കാൻ പറ്റുമോ കേട്ടോ. 3970 ഡിഫറെന്റ് വേസിൽ കൊടുക്കാം. ഇനി 3910 ആണെങ്കിൽ, അതായത് നമ്മള് ബൈസിക്കിള് 2990യുടെ ബൈസിക്കിളും 920യുടെ ബാറ്റും ബോളാണ് വാങ്ങിയത് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എത്രയാവും? 3910 ആവും അല്ലെ. അങ്ങനെ 3910 ആണ് എമൗണ്ട് പെയ്ഡ് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ കൊടുക്കാം? 500ന്റെ 6 നോട്ട്സ് ആയ 3000 ആയി. 100ന്റെ 9 നോട്ട്സ് ആയ 900 ആയി. 3000ഉം 900 3900 ആയില്ലേ. ബാക്കി 10 അല്ലേ, അത് എന്ത് ചെയ്താൽ മതി? 10 റുപ്പിയുടെ 1 നോട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ എത്രയായി? 3910 ആയല്ലോ. അടുത്ത രീതിയിൽ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.